അമേരിക്കയും ഇറാനും ഇസ്രായേലും കൂടി ഒരു വലിയ യുദ്ധത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ആരെയാണ് ഇവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു വേള നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കാൻ പറ്റും. ലോകമെമ്പാടുമുള്ള എല്ലാവിധ ആളുകളെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഗ്യാസില്ലായ്മയും അതുപോലെ തന്നെ മറ്റ് ദൈനംദിന ജീവിതത്തിലേക്ക് ഓരോ ദിവസവും അടുക്കുമ്പം അത് വലിയ തീപിടിക്കുന്ന വിലയായി മാറുകയും ചെയ്തത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രധാനപ്പെട്ട കവാടം അടക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. ആ ലെവലിൽ ഈ ഒരു GCC രാജ്യങ്ങളെയും മറ്റ് കിഴക്കൻ രാജ്യങ്ങളൊക്കെ ഈ രൂപത്തിൽ, അഥവാ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ ഒരു സാഹചര്യം വന്നു കയറിയത് എങ്ങനെയെന്ന് ചോദിക്കുമ്പം അവർക്കിത് കൃത്യമായിട്ടറിയാം. അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിക്കുമ്പം അവർ തടയിടാൻ ഏറെ സാധ്യതയുള്ളത് ഈ ഹോർമുസ് കടലെടുക്കാണെന്നും അങ്ങനെ തടയിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യത്തിന് ഗ്യാസും അതുപോലെ തന്നെ ഓയിലും കിട്ടാതെ പോകുമെന്നും ആ രാജ്യത്തിൻ്റെ എക്കണോമി എങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു തന്നെയാണ് അമേരിക്ക ഈ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കുറിച്ചിടുന്നത് പോലെ ആ ലെവലിൽ അറിയാപ്പുറം ഒരു കാര്യം വന്നെത്തി എന്നതൊന്നും നമ്മൾ കരുതേണ്ടതില്ല. കാരണം ഒരു യുദ്ധ വാർ ഹൗസ് തന്നെ അമേരിക്കയ്ക്കുണ്ട്. അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് കൃത്യമായി അറിയാനും പഠിക്കാനും അതിനായിട്ട് തന്നെ ചങ്ങല പോലെ വിശാലമായി കിടക്കുന്ന കണ്ണികൾ ചേർന്നിട്ടുള്ള പ്രവർത്തന രീതികളും അവർക്കുണ്ട് താനും. അതുകൊണ്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് അമേരിക്കയുടെ സംഭാവനയാണ്. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ലോകത്ത് അമേരിക്ക ഒരു പരിധിവരെ പിന്നാക്കം പോയിട്ടില്ല എങ്കിൽ ഇതിനും തീക്ഷ്ണമായിട്ടുള്ള ജീവിത രീതിയായിരിക്കും നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടേണ്ടി വരിക. ഇപ്പോൾ തന്നെ ഓരോ സാധനത്തിനും പെട്രോളിൻ്റെയും ഓരോ കമ്പനികളും വർദ്ധിപ്പിച്ചു വരികയാണ്. എന്നാൽ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനോടാണെന്ന് ഒറ്റ വാക്കിൽ പറയാനും കഴിയും. അവിടെയാണ് നിരപരാധികളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിന് അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവത്തിലേക്ക് ചെന്ന് ചാടിപ്പോകുന്നത്. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം GCC രാജ്യങ്ങളുടെ ഭരണാധിപന്മാർ എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ യുദ്ധം വന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തു വരേണ്ട വിശദമായ വിവരങ്ങൾ തൽക്കാലം പൂഴ്ത്തി വെക്കപ്പെടുകയും ഇനി ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് അതിനെ പ്രതികൂലമായി അവരെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി എപ്സ്റ്റീൻ ഫയൽ മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് GCC രാജ്യങ്ങൾ പോകുന്നത്. ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്ക് ഈ എണ്ണ കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ വിലവർധന വരിക, നിത്യോപയോഗ സാധനങ്ങൾക്ക് അതിൻ്റെ ആസ്പദമാക്കിക്കൊണ്ട് വില വർദ്ധിപ്പിക്കുക എന്നുവെക്കേണ്ട മുഴുവൻ എല്ലാ കാര്യത്തിനും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ വിലവർധനമാണ്. അപ്പോൾ ആരോടും കൂടിയാണ് ഒരു യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യയോടും കൂടിയാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. ഈ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളോട് കൂടിയിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ സ്ട്രാറ്റജി ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് സൈഡ് ഇന്ത്യ സ്വീകരിക്കേണ്ട മാനദണ്ഡം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന പല ജേർണലിസ്റ്റുകളും കണ്ടു. അതൊരു പക്ഷേ അങ്ങനെ പഴയ ബന്ധം ഇറാനുമായി സൂക്ഷിക്കാൻ ഇന്നത്തെ ഇന്ത്യക്ക് സാധിക്കാതെ പോയതുകൊണ്ടാണ് ഇത്രപ്പെടുന്നതിനെ 4 ആഴ്ച എന്ന് പറയാൻ കഴിയില്ല, 2 ആഴ്ച കൊണ്ട് തന്നെ ഇത്ര ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ വന്ന് കയറിപ്പോയത് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇനി വരാനിരിക്കുന്ന ദിവസം അമേരിക്ക ഇസ്രായേൽ അതേപോലെ തന്നെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ എന്ന് പറയുന്ന യുദ്ധമായി നമ്മൾ കാണേണ്ടതില്ല. മറിച്ച് ഇതിൻ്റെ എക്കണോമിക് യുദ്ധം എന്ന് പറയുന്നത് അത് നമ്മൾ ആലോചിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇന്ന് കാണുന്ന വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചുരുങ്ങി ഒരാളുമില്ലാത്ത നിരത്തുകളായി മാറിയ സാഹചര്യം ഇന്ന് പല മേഖലകളിൽ കണ്ടു കഴിഞ്ഞു, പല GCC രാജ്യങ്ങളിലും കണ്ടു കഴിഞ്ഞു. അതിൻ്റെ മറ്റൊരു പകർപ്പ് മെല്ലെ ഒരു മാറാവ്യാധി രോഗമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കൽ നമുക്കെല്ലാവർക്കും മാനവ ലോകത്തിന് തന്നെ വളരെ ഗുണകരമാകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഹോർമുസ് കടലിടുക്ക് എത്രത്തോളം പരാജയപ്പെടുന്നോ ആ പരാജയപ്പെടുന്നതിനനുസരിച്ച് എത്രത്തോളം അധിനിവേശം നടത്താൻ അമേരിക്ക ശ്രമിക്കുന്നു ആ ശ്രമത്തിനനുസരിച്ച് അകലെയുള്ള നമ്മൾ അതിന് വിലകെട്ടി കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പം ഇതാണ് ഒരു യുദ്ധം കൊണ്ട് മാനവലോകത്തിന് നഷ്ടമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന് പറയുന്നത്. എന്താണെങ്കിലും നഷ്ടങ്ങൾ സഹിക്കാൻ നമ്മൾ ഇനിയും ബാക്കിയാകണോ എന്നതാണ്, അല്ലെങ്കിൽ ഇനിയും നമ്മൾ സഹിക്കണോ എന്നതാണ് അവസാനമായി ചോദിക്കാനുള്ളത്. ഹോർമുസ് കടലെടുക്കും, സുയസ്, അതുപോലെ തന്നെ റെഡ് സീയും ബാബുൽ മന്ദബ് തുടങ്ങിയ വളരെ തന്ത്രപ്രധാനപ്പെട്ട ഈ മേഖലകളൊക്കെ ഈ വിഭാഗത്തിൻ്റെ കൈകളിലാണ്. ആ വിഭാഗം വളരെ സൈലൻ്റായിട്ട് പോകുന്നതിനിടയ്ക്കാണ് അമേരിക്ക ചെന്ന് കയറിയിട്ട് അവരെ ചൊറിയാൻ നിന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൈകളിലുള്ളത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, തടയാൻ പറ്റുന്ന മേഖലകളൊക്കെ തടഞ്ഞു വെക്കുന്നു. മൊത്തത്തിൽ നമ്മളൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടവർ ആരാന്നുള്ളത് പ്രേക്ഷകർ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.